ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ പേഴ്സ് ഓഫ് ഇക്വേഷനിലെ പേജ് നമ്പർ ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്, എക്സസൈസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ചെയ്യുന്നത്. പ്രിയ bought a bag and a pair of slippers for 1100 rupees. The bag costs 300 rupees more than slipper. What is the price of bag and slipper? ഓരോന്നിനും എത്ര രൂപ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഒന്ന് എഴുതട്ടെ, കണ്ടീഷൻ ഒന്ന് എഴുതട്ടെ. അല്ല, ഇവിടെ എന്നാക്കിയുണ്ട്? ബാഗും ഉണ്ട്, സ്ലിപ്പറും ഉണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗിനും ഒരു സ്ലിപ്പറിനും കൂടെ 1100 ആണ്. പക്ഷേ ബാഗിന് സ്ലിപ്പറിനെക്കാട്ടി 300 റുപ്പീസ് കൂടുതലാണ്. ഇപ്പം ഈ കേസിൽ നമ്മൾ ബാഗിന് എക്സ് എന്നും അല്ലെ സ്ലിപ്പറിന് വൈ എന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ട് മക്കളെ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒന്നൊന്നിനേക്കാൾ കൂടുതലാണെന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ബാഗിന് സ്ലിപ്പറിനെക്കാട്ടിൽ 300 റുപ്പീസ് കൂടുതൽ വന്ന അഡീഷണൽ കേട്ടോ. ടൈംസ് അല്ല, ടൈംസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മോർ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ, അഡീഷൻ ആണ്. 300 രൂപ കൂടുതലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ കൂടുതലാണ്, മോറാണ്, അല്ലെങ്കിൽ ടൈംസ് ആണ്, അങ്ങനെ പറയത്തില്ല. അല്ലെങ്കിൽ ഇത്ര രൂപ കുറവ്, അല്ലെങ്കിൽ ഇത്ര ടൈംസ് കുറവ്, അങ്ങനൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഒറ്റ വേരിയബിൾ എടുത്തിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവർക്ക് ഇതില് അപ്പൊ ആർക്ക് നമ്മൾ എക്സ് എന്നുള്ള വേരിയബിൾ കൊടുക്കും? അപ്പൊ ഇവിടെ ബാഗിന് 300 രൂപ കൂടുതൽ, ബാഗിന് കൂടുതൽ. ആരെക്കാട്ടി? സ്ലിപ്പറിനെക്കാട്ടി കൂടുതൽ. അവരെക്കാട്ടിൽ കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ലിപ്പറിനാണ് നമ്മൾ എക്സ് കൊടുക്കും. മനസ്സിലായോ? സ്ലിപ്പറിനെക്കാട്ടിൽ ബാഗിന് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചു എഴുതാം. പക്ഷെ അതിനെക്കാട്ടി എളുപ്പം നിങ്ങൾക്ക് എഴുതാൻ ഇതായിരിക്കും. സ്ലിപ്പറിനെക്കാട്ടിൽ കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്ലിപ്പറിന് എക്സും എത്ര രൂപ കൂടുതൽ? 300 റുപ്പീസ് കൂടുതൽ. അപ്പം സ്ലിപ്പറിനെക്കാട്ടിൽ, സ്ലിപ്പറിന്റെ ആദ്യം എഴുതി, അതിനെക്കാട്ടിൽ 300 റുപ്പീസ് കൂടുതൽ. കാരണം നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് മനസ്സിലായോ? സ്ലിപ്പറിനെക്കാട്ടിൽ 300 രൂപ കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ലിപ്പറിന് എക്സ് കൊടുത്തു. എന്നിട്ട് ബാഗിന്റെ പ്രൈസ് അപ്പൊ എങ്ങനെ എഴുതും? സ്ലിപ്പറിന്റെ പ്രൈസ് ആദ്യം എഴുതി, അതിനെക്കാട്ടിൽ 300 റുപ്പീസ് കൂടുതൽ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ്? സ്ലിപ്പറിനും ഒരു ബാഗിനും കൂടെ 1100 ആണ്. അപ്പൊ ഇത് ഒരു സ്ലിപ്പറിന്റെ പൈസയാണ് എക്സ്, ഇത് ഒരു ബാഗിന്റെ കോസ്റ്റ് ആണ് എക്സ് പ്ലസ് 100. അപ്പൊ അവര് തമ്മിൽ ആഡ് ചെയ്താൽ ഇവിടെ നമ്മൾ ലെറ്റ് എഴുതണം കേട്ടോ. ഇതിന് ലെറ്റ് എക്സ് പ്ലസ് ഒരു സ്ലിപ്പറിന്റെ വിലയും ഒരു ബാഗിന്റെ വിലയും കൂടെ കൂട്ടിയാൽ 1100. ഇത് സിമ്പിൾ, ഒന്നുമില്ല. എക്സും കൂടെ കൂട്ടാം. 1x plus 1x 2x plus 300 is equal to 1100. നമുക്ക് എപ്പോഴും പോലെ എക്സിന്റെ വാല്യൂ ഒറ്റയ്ക്കാക്കണം. അതുകൊണ്ട് നമ്മൾ 300നെ ആദ്യം ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. എവിടോട്ട് എഴുതട്ടെ? ഇപ്പൊ 2x അവിടെ കിടക്കട്ടെ. ഇവിടെ ആര് കിടപ്പുണ്ട്? 1100 അവിടെ കിടക്കുന്നവരെ ആദ്യം എഴുതിയിട്ട് വേണം ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ. ഇവിടെ പ്ലസ് 300 ആണ്. അപ്പുറത്ത് പോകുമ്പോ എന്നാ മക്കളെ? -300 അല്ലെ? സൈൻ മാറിപ്പോ. ഓക്കെ, അപ്പൊ 2x is equal to 1100 ന്ന് 300 പോകെ എത്രയാ മക്കളെ? എത്ര വരും? 8 പറയുന്നത് അല്ലെ? 800 ആണോ? ഇനി എക്സ് ഒറ്റയ്ക്ക് ആക്കണ്ടേ? എക്സ് ഒറ്റയ്ക്ക് ആക്കുമ്പോൾ 800 അവിടെ കിടക്കട്ടെ, കൂടെയുള്ള 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്നാ ചെയ്യണം? 2x ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 into x. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ. അപ്പൊ x is equal to 400. എക്സിന്റെ വില കിട്ടി. എത്രയാ? 400. നമ്മുടെ എക്സ് ആരാണ്? സ്ലിപ്പറിന്റെ വിലയാണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം. തൊട്ട് എഴുതിയേക്കാം, എടുത്തെഴുതാം. അപ്പം പ്രൈസ് ഓഫ് സ്ലിപ്പർ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എന്നാ കിട്ടി? 400. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് ബാഗ് എത്രയാ? ബാഗിന്റെ പ്രൈസ് നമ്മൾ എങ്ങനെ എഴുതുന്ന കണ്ടീഷൻ? എക്സ് പ്ലസ് 300 എന്നാ. അതായത് സ്ലിപ്പറിന്റെ പൈസയുടെ കൂടെ സ്ലിപ്പറിന്റെ എമൗണ്ടിന്റെ കൂടെ, ഇപ്പൊ സ്ലിപ്പറിന്റെ എമൗണ്ട് എത്രയാ? 400. അതിന്റെ കൂടെ 300 കൂട്ടിക്കേ. അപ്പൊ എത്ര വന്നു? 700. രണ്ടും കൂടെ കൂട്ടി, ശരിയല്ലേ? 700 400 കൂട്ടിയാൽ 1100. അവർ പറഞ്ഞതനുസരിച്ച് ഒരു ബാഗിന് ഒരു സ്ലിപ്പറിനും കൂടെ 1100 വരുന്നില്ലേ? അപ്പം സ്ലിപ്പറിന് എത്രയാണ്? 400, ബാഗിന് എത്രയാണ്? 700. മനസ്സിലായില്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ടെൻഷൻ ഒന്നും എടുക്കണ്ട കേട്ടോ. നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കണ്ടീഷൻ എഴുതാൻ പഠിക്കും. മെയിൻ ആയിട്ട് കണ്ടീഷൻ എഴുതിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേഷൻ പോകത്തുള്ളൂ. അപ്പം ഒരു വേരിയബിൾ മാത്രം ഇട്ട് ചെയ്യണോ അതോ 2 വേരിയബിൾ ഇട്ട് ചെയ്യുന്നതാണോ? ഇതിലെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം.
ഒരു വേരിയബിൾ ഇട്ട് ചെയ്താൽ രണ്ടും കിട്ടും, പക്ഷെ എളുപ്പമുണ്ട്. രണ്ടെണ്ണമായിട്ട് ചെയ്യുന്നതിൽ എളുപ്പമുണ്ട്, ഒരെണ്ണമായിട്ട് ചെയ്യുന്നതിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായില്ല, ഒരെണ്ണമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ടൈംസ്, മോർ എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ഒറ്റ വേരിയബിളിൽ രണ്ടും കൂടെ ഒരുമിച്ചാക്കുന്നതായിരിക്കും എളുപ്പം. മക്കൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. 2 പ്രാവശ്യം കണ്ടിട്ടേ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. തെറ്റട്ടെ, ഞാൻ എപ്പോഴാണ് പറയാം, നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റണമെന്നേ. അല്ലാതെ നമ്മൾ ശരിയാക്കാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്, തെറ്റണം. തെറ്റി കഴിയുമ്പോൾ നിങ്ങൾ എവിടെ തെറ്റിയെന്ന് നിങ്ങൾ നോക്കത്തില്ലേ, ആ പോയിന്റിൽ നിങ്ങൾ ശരിയാകും. മനസ്സിലായോ? ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ. നമുക്ക് ഞാൻ 10 ഉടനെ തുടങ്ങുന്നുണ്ട്. സിലബസ് മാറിയത് കൊണ്ടാണ് ടെക്സ്റ്റ് കിട്ടിയില്ല. ടെക്സ്റ്റ് കിട്ടുന്നുടനെ തുടങ്ങുന്നതായിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു മക്കളെ.